കുഞ്ചാക്കോവൻ, ദിലീഷ് പോത്തൻ ഉൾപ്പെടെ അഭിനയിച്ചവരുടെ മികച്ച പെർഫോമൻസ് ഉള്ള ഒരു സിനിമയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. പക്ഷേ എല്ലാവരുടെയും കപ്പ് ചായയുമല്ല. രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ രചനയും സംവിധാനം നിർവഹിച്ച് കുഞ്ചാക്കോ ബോബൻ, ദിലീഷ് പോത്തൻ, ചിദംബരം, സജിൻ ഗോപു തുടങ്ങിയവർ പ്രധാന വേഷങ്ങൾ വന്ന ഈ മലയാളം സിനിമയെ കുറിച്ചാണ് ഇന്ന്. ഒരു ആശുപത്രി ജീവനക്കാരനായ സേതുവും ചേട്ടൻ മധുവും അവരുടെ ജീവിതത്തിലേക്ക് ഒരു ദുരൂഹ സാഹചര്യത്തിൽ കടന്നു വരുന്ന ഒരു പ്രത്യേക അതിഥിയും. ഇവരുടെ കഥയാണ് ഈ സിനിമ പറയുന്നത്. ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഒരു വ്യക്തിക്ക് അല്ല, രണ്ട് വ്യക്തികൾക്ക് മറ്റൊരാളായിട്ട് മാറേണ്ടി വരുന്നതാണ് ഇതിന്റെ കഥ എന്നും പറയാം. ഒരു വെറൈറ്റി സിനിമയാണിത്. ഒരു പ്രത്യേക ജോണർ എന്ന് എടുത്തു പറയാൻ പറ്റാത്ത ഒരു പടമെന്നും പറയാം. ഇത് ഒരേ സമയം കുറച്ച് കോമഡി എലമെന്റ്സ് ഒക്കെ ചേർത്ത ഒരു സിനിമയാണ്. എന്നാൽ സിനിമയ്ക്ക് ഒരു മിസ്റ്ററി മൂഡും ഒപ്പം ആക്ഷനും ത്രില്ലറും കൂടി ബ്ലെൻഡഡുമാണ് എന്നും പറയാം. പടത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു പിടിയും തരാത്ത, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചെറിയൊരു കിളിപറത്തൽ ഐറ്റം എന്നൊരു ഫസ്റ്റ് ഇംപ്രഷൻ തന്നാണ് സിനിമ ആദ്യത്തെ രംഗങ്ങളിൽ കാണിക്കുന്നത്. വളരെ അസാധാരണമായിട്ടുള്ള കുറെ സംഭവങ്ങൾ, അസാധാരണമായിട്ടുള്ള കുറച്ച് മനുഷ്യരൊക്കെയാണ് കഥയിലുള്ളത്. സോ ഈ കഥാപാത്രങ്ങൾ, ഇവരുടെ ലൈഫ്, കഥ നടക്കുന്ന ഒരു ടെറൈൻ, ഇതൊക്കെയുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വരാൻ സാധിച്ചാൽ പടം നിങ്ങൾക്ക് കണക്ട് ആവും. എനിക്ക് പേഴ്സണലി കണക്ട് ആയി വന്നെങ്കിലും കുറേയധികം പ്രശ്നങ്ങൾ പിന്നീട് ഫീൽ ചെയ്യുകയും ചെയ്തു. അത് ഞാൻ നെഗറ്റീവ്സിൽ പറയാം. വളരെ ക്ലാസി ആയിട്ടുള്ള ഒരു മേക്കിംഗ് സ്റ്റൈലാണ് സിനിമ പിടിച്ചിരിക്കുന്നത്. തമിഴിലെ കുരുതിപ്പുനൽ എന്ന് പറഞ്ഞ ഒരു സിനിമയിലെ കമൽഹാസന്റെ 95 ഇറങ്ങിയത്, ആ ഒരു സിനിമയെ കുറിച്ചുള്ള റെഫറൻസുകൾ, ഡയലോഗുകൾ, സീനുകളൊക്കെ പടത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതിലെ ഒരു മെയിൻ കാര്യം കൊണ്ട് പ്ലോട്ടിൽ ആ പടവുമായിട്ട് ഇതിന് ചെറിയൊരു സാമ്യവും അല്ലെങ്കിൽ ഒരു ബന്ധവും ഉണ്ടെന്ന് പറയാം. ആ ഒരു മൂഡ് ഈ സിനിമയ്ക്കും ചിലയിടത്തുണ്ട്, ചിലയിടത്ത് കേട്ടോ അത് എല്ലാവർക്കും പറ്റുന്നതുമല്ല. കിടിലൻ പെർഫോമൻസുകളാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് എടുത്തു പറയാനുള്ളത്, പ്രത്യേകിച്ച് കുഞ്ചാക്കോ ബോബന്റെയും ദിലീഷ് പോത്തന്റെയും. ഓൾറെഡി നമുക്കറിയാം ദിലീഷ് പോത്തനാണെങ്കിൽ എത്ര കഠിനമായിട്ടുള്ള ക്യാരക്ടർ ആണെങ്കിലും ഈസി ആയിട്ട് ചെയ്യുമെന്നുള്ളത്. പക്ഷേ ഈ സിനിമയിൽ പേഴ്സണലി എനിക്ക് തോന്നുന്നു കുഞ്ചാക്കോ ബോബനാണ് ഒരു പടി മുകളിൽ പെർഫോമൻസിൽ നിൽക്കുന്നത് എന്ന് തോന്നി. ലുക്ക് കൊണ്ട് കുഞ്ചാക്കോവിന് ഒരു ഡിഫറൻസ് ഉണ്ട്. ഇതില് കഥാപാത്രവും ഡിഫറെന്റ് ആണ്. ഇടയ്ക്കൽപ്പം മോണോ ആക്ട് അല്ലെങ്കിൽ അഭിനയം അങ്ങനെയുള്ള ചില പരിപാടിയൊക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു കഥാപാത്രമാണ്. എന്തിന് നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന കുഞ്ചാക്കോ ബോബൻ ഡാൻസ് അറിയാത്ത, ഡാൻസ് പഠിക്കാൻ ശ്രമിക്കുന്ന പോലെയുള്ള സീനൊക്കെ പടത്തിലുണ്ട്. സോ പുള്ളിക്ക് ഇത് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു റോളാണെന്ന് നമുക്ക് കാണുമ്പോഴേ അറിയാം. അത് നല്ല കിടുവായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ക്യാരക്ടറിന് ഒരു ആർക്കുണ്ട്. അതായത് പടം തുടങ്ങുമ്പോൾ ആ കഥാപാത്രം എങ്ങനെയാണോ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് പടം തീരുമ്പോൾ ആ ക്യാരക്ടർ ആയിത്തീരുന്നത്. സോ ആ ക്യാരക്ടർ വളർന്ന് വേറൊരു തലത്തിൽ തന്നെ എത്തുന്നുണ്ടെന്ന് പറയാം. അതൊക്കെ വളരെ കൺവിൻസിംഗ് ആയിട്ട് തന്നെ കുഞ്ചാക്കോ ബോബൻ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ദിലീഷ് പോത്തന് ഇതൊക്കെ കേക്ക് വോക്കാണ്. ഇതിലെ മധു എന്ന ക്യാരക്ടറും ആ ക്യാരക്ടറിന്റെ ചില പ്രത്യേകതകളും കാര്യങ്ങളും ഒക്കെ കൊണ്ട് നമ്മൾ പടം കണ്ടിറങ്ങി കഴിഞ്ഞിട്ടും മനസ്സിൽ കുറച്ചു നാളും ആ കഥാപാത്രവും പെർഫോമൻസും കിടക്കും. രാജേന്ദ്ര പ്രസാദ് എന്ന ക്യാരക്ടറായിട്ട് വന്ന സജിൻ ഗോപുവിന്റെ പെർഫോമൻസും എടുത്തു പറയണം. കോമഡിയും സീരിയസും കലർന്ന ഒരു കഥാപാത്രമാണ്. നൈസായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പുതുമുഖം എന്ന നിലയിൽ, എന്ന് വെച്ചാൽ അഭിനയത്തിൽ പുതുമുഖം എന്ന നിലയിൽ ഈ പടത്തിലെ സ്റ്റാർ ചിദംബരമാണെന്ന് പറയാം. ക്യാരക്ടറിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ ത്രൂ ഔട്ട് പിടിച്ചിട്ടുണ്ട്. അതൊക്കെ നൈസായിരുന്നു. മഞ്ഞുമൽ ബോയ്സ് പോലെയുള്ള സിനിമയുടെ സംവിധായകൻ എന്ന നിലയിൽ നിന്നും ആക്ടറിലേക്കുള്ള പുള്ളിയുടെ മാറ്റം, ആ ഒരു ദൂരം, അത് നല്ലൊരു ക്യാരക്ടറിലൂടെയാണ് എന്ന് തന്നെ പറയാം. നായിക മിനിയായിട്ട് വന്ന ശരണ്യ ആർ നായരും നൈസ് പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ജാഫർ ഇടുക്കി, സുധീഷ്, പൂജ മോഹൻരാജ് എന്നിവരും നൈസ് പെർഫോമൻസ് ആണ്. പിന്നെ ഒരു റേഡിയോ ഈ പടത്തിലുണ്ട്. അത് ഈ പടത്തിലെ ഒരു ക്യാരക്ടറായിട്ട് തന്നെ നിലകൊള്ളുന്നുണ്ടെന്ന് പറയാം. അതുപോലെ തന്നെ സംവിധായകന്റെ ഭാര്യ ഈ സിനിമയിൽ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ചിലയിടങ്ങളിൽ അത് നല്ല രസമുണ്ടായിരുന്നു, എന്നാൽ ചിലയിടങ്ങളിൽ കുറച്ച് ഓവറായിട്ടും ഫീൽ ചെയ്തു. ടെക്നിക്കൽ സൈഡിൽ അർജുൻ സേതുവാണ് ഇതിന്റെ ക്യാമറ, മനോജ് കണ്ണോത്താണ് എഡിറ്റർ. വയനാട്, തിരുനെല്ലി പ്രദേശങ്ങളാണ് പടത്തിൽ കാണിക്കുന്നത്. ലൊക്കേഷൻ കാണാൻ ഭയങ്കര രസമായിരുന്നു. ആ ഒരു ടെറൈൻ ഈ പടത്തിന്റെ ഒരു ക്യാരക്ടർ പോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. സംഗീത സംവിധായകൻ ഡോൺ വിൻസെന്റ് ആണ്. ഓക്കെ ആയിരുന്നു. പടത്തിന്റെ മേക്കപ്പ് എടുത്തു പറയണം, സൗണ്ട് ഡിസൈനും. കണക്ട് ആവാനായിട്ട് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നതാണ് പടത്തിന്റെ പ്രധാന പ്രശ്നം. വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥയാണ്. ഇവരുടെ കിടിലം പെർഫോമൻസ് ഒക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ക്യാരക്ടേഴ്സിനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് ചിലപ്പോഴൊക്കെ സാധിക്കുന്നില്ല. എന്തൊക്കെയോ ഒരു മിസ്സിംഗ് ഫീൽ ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇമോഷണലി കണക്ഷൻ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിലൊരു മെയിൻ സംഭവം നടക്കുമ്പോൾ പോലും അത്രയ്ക്കൊരു ഭയങ്കര സങ്കടമോ ഒരു സ്ട്രോങ് ഇമോഷണൽ കണക്ഷനോ നമുക്ക് തോന്നിയില്ല. അതാണ് ഈ പടത്തിൽ എനിക്ക് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നിയത്. പിന്നെ ഇതിന്റെ എഡിറ്റിംഗിന്റെ പ്രശ്നമാണോ, ആ ഒരു സ്റ്റൈൽ മനഃപൂർവ്വം പിടിച്ചിരിക്കുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. കുറെ സീൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ആവാതെ പോകുന്ന പോലെ ഫീൽ ചെയ്തായിരുന്നു. പെട്ടെന്ന് ചില കട്ട്സ് ചെയ്തു പോവുക, എന്തോ എനിക്ക് ആ രീതി അങ്ങോട്ട് കണക്ട് ആയില്ല. സോ പടത്തില് ഗംഭീര പെർഫോമൻസുകളുണ്ട്, കുറെ നല്ല മൊമെന്റ്സുകളുണ്ട്, വെറൈറ്റി സീനുകളുണ്ട്. പക്ഷെ ഇത് ടോട്ടലി ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് വന്നപ്പോൾ, എല്ലാം കൂടി വാരിയെടുത്തപ്പോൾ കണക്ഷൻ മിസ്സായി പോയതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. സോ മൊത്തത്തിൽ പടം വളരെ സ്റ്റാൻഡേർഡ് ആണ്, സ്ട്രോങ് ആയിട്ടുള്ള പെർഫോമൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ കണക്ഷൻ പ്രശ്നം ഉള്ളതുകൊണ്ട് ഒരു നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറയാവുന്ന ഒരു സിനിമയാണിത്. എനിക്ക് പേഴ്സണലി ചിലയിടങ്ങളിൽ നല്ല രീതിയിൽ കണക്ട് ആയെങ്കിലും ചിലയിടങ്ങളിൽ അങ്ങോട്ട് കണക്ട് ആവാൻ ബുദ്ധിമുട്ടുകയും ചെയ്തു. സോ എനിക്കിതൊരു ഓക്കേഷ് ഫീൽ ആയിട്ടാണ്
എന്നാണ് തോന്നിയത്. പക്ഷെ തീർച്ചയായിട്ടും ഇതിലെ പെർഫോമൻസുകൾക്ക് നല്ല രീതിയിലുള്ള അംഗീകാരങ്ങളൊക്കെ ലഭിക്കും എന്ന് എനിക്കൊരു പ്രതീക്ഷ കൂടിയുണ്ട്. എങ്കിലും പേഴ്സണലി മൊത്തത്തിൽ ഒരു പൂർണ്ണ തൃപ്തി നൽകിയില്ല എന്ന് തന്നെ പറയാം. പടം ഇപ്പോൾ തിയേറ്ററുകളിലാണ് ഓടുന്നത്. 2 മണിക്കൂർ 15 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ഒന്നുമല്ല, എല്ലാവർക്കും കാണാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.